أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وواعدنا موسى 30 ليلة وواعدنا موسى 30 ليلة وأتممناها بعشر فتم ميقات ربه فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവങ്ങളാണ് പറയുന്നത്. അവരങ്ങനെ കടൽ കടന്നു, അള്ളാഹു അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി. പക്ഷേ ഇതുവരെയും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം അള്ളാഹു ഇതുവരെയും നൽകിയിരുന്നില്ല. അപ്പോൾ മറ്റ് ഖുർആനും അതിൻ്റെ മുമ്പുള്ള തൗറാത്ത്, ഇഞ്ചീൽ, വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മുനജ്ജമായിട്ട്, അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. എന്നാൽ തൗറാത്ത്, ഇഞ്ചീൽ പോലുള്ളവയൊക്കെ ജുംലത്തൻ ഒന്നിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതെല്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
അങ്ങനെ ഒന്നിച്ച് വേദഗ്രന്ഥം നൽകാൻ വേണ്ടി ആദ്യം ഒരു 30 ദിവസവും പിന്നീട് അതിനുശേഷം 10 ദിവസവും കൂടെ കൂട്ടിക്കൊടുത്തിട്ട് 40 ദിവസം എന്ത് ചെയ്തു അദ്ദേഹം നോമ്പും ധ്യാനമൊക്കെ ആയി ഇങ്ങോട്ട് സീന മലയിൽ എന്ത് ചെയ്തു മൂസാ നബി അലൈഹി സ്വലാമോട് കഴിച്ചു കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്തു തൗറാത്ത് നൽകും എന്ന് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിന് ഉറപ്പ് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം 40 ദിവസം സീനാ മലയിൽ താമസത്തിന് വേണ്ടി പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ പ്രബോധന ദൗത്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം നബിയെ അദ്ദേഹം എന്ത് ചെയ്തു ഏൽപ്പിക്കുകയും ചെയ്തു. നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുവാനും നാട്ടിലാരെങ്കിലും വല്ല കുഴപ്പമോ വല്ല തകരാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് കൂടരുതേ എന്നും ഒക്കെ പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യണത് അദ്ദേഹം പോയിട്ടുള്ളത്. അങ്ങനെ 40 ദിവസം അവിടെ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വേദഗ്രന്ഥവും തിരിച്ചു വാങ്ങിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് പറയണത്. ഈ നിശ്ചിത സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചോദിച്ചാൽ അള്ളാഹുവിനെ ഒന്ന് കാണാനുള്ള അതിയായ ആഗ്രഹം മൂസാ നബി അലൈഹിസ്സലാം പ്രകടിപ്പിക്കുകയാണ്. എനിക്കൊന്ന് അള്ളാഹിനെ കാണണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു പറഞ്ഞു, ഇവിടുത്തെ ഒരു സൃഷ്ടിപ്പ് അനുസരിച്ചുകൊണ്ട് മനുഷ്യനെ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും ഇവിടെ നിന്ന് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല. എന്നാൽ നാളെ പരലോകത്തുള്ള രണ്ടാമത്തെ പുനഃസൃഷ്ടിപ്പിൽ എന്ത് ചെയ്യും, മനുഷ്യന് അള്ളാഹുവിനെ കാണാൻ കഴിയും. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യും, കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കൊരു പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നാളെ പരലോകത്ത് വെച്ച് കാണുമെന്ന് പറയുന്നു. ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ എന്ത് ചെയ്യുക, ആ പർവ്വതത്തിലേക്ക് നോക്കുക. അങ്ങനെയാണ് പർവ്വതത്തിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അള്ളാഹു ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അള്ളാഹു പ്രത്യക്ഷപ്പെട്ട ഉടനെ ആ പർവ്വതം ഒരു തകരാറും കൂടാതെ നിലനിൽക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രത്യക്ഷപ്പെട്ട ഉടനെ എന്ത് ചെയ്തു, ആ ചെറിയ മണൽത്തരികളെപ്പോലെ പൊടിയായിട്ട് എന്ത് ചെയ്തു, ധൂളികളായിട്ട് ആ പർവ്വതം എന്ത് ചെയ്തു, തകർന്നു പോയി എന്നാണ് പറയുന്നത്. മനസ്സിലായി? ആ രംഗം കണ്ട് മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായിട്ട് വീണു. അങ്ങനെ ബോധം തെളിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറ്റബോധം, അതായത് ഞാൻ അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയോ, അതിലെന്തെങ്കിലും തകരാറുകൾ എന്ത് സംഭവിച്ചോ എന്ന നിലക്ക് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അള്ളാഹുവോട് അദ്ദേഹം പശ്ചാത്തപിക്കുന്നതും ഞാൻ സത്യവിശ്വാസികൾ ഒന്നാമത്തവനായി ജീവിക്കുമെന്ന് അള്ളാഹുവോട് പറയുന്നതുമാണ് എന്ത് ചെയ്യണത് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പം ഒന്ന് വായിച്ചു നോക്കാം. വവാഅദ്ന മൂസാ 30 ലൈലത്ത്, മൂസയോട് നമ്മൾ എന്ത് ചെയ്തു, 30 രാത്രിക്ക് നാം വാഗ് നടത്തുകയുണ്ടായി. 30 രാത്രി സീനാ മലയിൽ വന്ന് താമസിക്കണമെന്ന് എന്ത് ചെയ്തു, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ വലമ്മ അത്തമല്ലാഹു നിഅമത്തു അലൈഹിം ബിൻ നജാത്തി മിൻ അദുവിഹിം, സംഭവം പറഞ്ഞു വരികയാണ്. അതായത് ശത്രുക്കളിൽ നിന്നും എന്ത് ചെയ്തു, അവർ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അള്ളാഹു ഭൂമിയിൽ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു, തൻ്റെ അനുഗ്രഹം അവിടെ മേൽ പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അള്ളാഹു ബിൻസാൽ കിതാബില്ലദി ഫീഹിൽ അഹ്കാമു ശർഇയ്യ വൽ വിശ്വാസ കാര്യങ്ങളും അതേപോലെ തന്നെ മതപരമായ വിധികളും ഒക്കെയുള്ള വേദഗ്രന്ഥം അവർക്ക് നൽകണമെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അങ്ങനെ ഫവാഅദ മൂസ 30 ലൈല, 30 രാത്രികൾ അള്ളാഹു എന്ത് ചെയ്തു, മൂസാ നബി അലൈഹിസ്സലാമിനോട് വാഗ്ദത്തം ചെയ്തു. വഅതമ്മഹ ബിഅശർ, 10 കൊണ്ടത് പൂർത്തിയാക്കി 40 ആക്കി. അങ്ങനെ ഫസാറത്ത് 40 ലൈല. അങ്ങനെ എന്ത് ചെയ്തു, 40 ദിവസങ്ങളായി. ലിയസ്തഇദ്ദ മൂസ വയതഹയ്യഉ ലിവഅദില്ലാ, അള്ളാഹുവിൻ്റെ ആ വേദഗ്രന്ഥം നൽകുക എന്നുള്ള വാഗ്ദത്തത്തിന് മൂസാ നബി അലൈഹിസ്സലാമിനെ സജ്ജമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ 40 ദിവസങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രത്യേകമായി എന്താണ് നിർദ്ദേശിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വേദഗ്രന്ഥം നൽകി ഒരു ശരിയായ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്, ഒരു വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിനു വേണ്ടി അദ്ദേഹത്തെ മാനസികമായി സജ്ജമാക്കാൻ വേണ്ടിയായിരുന്നു അത്രയും ദിവസം നിശ്ചയിച്ചത് എന്നാണ്. അങ്ങനെ വലമ്മ ദഹബ മൂസ ഇല മീഖാത്തി റബ്ബിഹി, ആവട്ടെ വവാഅദ്ന മൂസ 30 ലൈല വഅത്മംനാഹ ബിഅശർ, അതാ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിന് എന്ത് ചെയ്തു, 30 രാത്രിക്ക് നാം വാഗ്ദത്തം നടത്തുകയും
അങ്ങനെ വീണ്ടും ഒരു 10 കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് നാം എന്ത് ചെയ്തു? 40. ഫതമ്മ മീഖാത്തു റബ്ബിഹി, അങ്ങനെ നിൻ്റെ റബ്ബിൻ്റെ നിശ്ചിത സമയം, അതായത് വേദഗ്രന്ഥം നൽകുന്നത് വരെയുള്ള ആ നിശ്ചിത സമയം അള്ളാഹു പൂർത്തിയാക്കി. എത്രയും 40 ലൈല, 40 അള്ളാഹു തികച്ച് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പോകാൻ സമയത്ത് എന്ത് ചെയ്തു? വഖാല മൂസാലി അഖീഹി ഹാറൂൻ, ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ഹാറൂനോട് പറഞ്ഞു, വലമ്മ ദഹബ മൂസ ഇല മീഖാത്ത് റബ്ബി കാലി ഹാറൂൻ മൂസിയൻ ലഹു അല ബനി ഇസ്രാഈൽ മിൻ ഹിർസിഹി അലൈഹിം വശഫഖത്തിഹി. അതായത് മൂസാ നബി അലൈഹി സ്വലാമിന് വളരെ വലിയ സ്നേഹവും വാത്സല്യവും ആരോടുണ്ടായിരുന്നു? ബനു ഇസ്രായേലുകാരോടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നേതൃത്വമില്ലാതായി നാട്ടിലാകെ ഫിത്തനകളും ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അവരോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഒരു വസിയത്തൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവിടെ തൻ്റെ ഒരു പിൻഗാമിയായി അവിടെ നിശ്ചയിച്ചു. ഉഖ്ലുഫ്നി ഫി ഖൗമി എന്നാണ്. എന്താണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്? നീ എന്നെ പ്രതിനിധീകരിക്കുക. എവിടെയും ഒരു നേതൃത്വം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഈ അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞിങ്ങോട്ടുണ്ടായില്ലേ, അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവിടുത്തെ ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളാണ്, അവരെന്ത് ചെയ്യണം, താഴെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ മുഴുവൻ കലാപത്തിലേക്ക് എത്തിച്ച് രാജ്യത്ത് മുഴുവനും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കി ആ ഭരണാധികാരികൾ താഴത്തിറങ്ങി. പിന്നെന്ത് സംഭവിച്ചു? ഈജിപ്തിലും സിറിയയിലും ഒക്കെ എന്താ പിന്നെ സംഭവിച്ചതെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. വസന്തമല്ലല്ലോ പിന്നെ ഉണ്ടായത്, കൊന്ന് തള്ളാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് എന്ത് ചെയ്തത്? അതായത് ഇനിയിപ്പോൾ ഒരു നശിച്ച ഭരണാധികാരിയാണെങ്കിലും ഒരു നേതൃത്വമില്ലാതിരിക്കുക എന്നുള്ളത് എന്താണ്? അത്രയും വലിയ പ്രശ്നമാണെന്ന് ലോകം തെളിയിച്ച് കാണിച്ചു. പോണ സമയത്ത് എന്ത് ചെയ്തു? ആളെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. ആ പറഞ്ഞ വാക്കുകളാണെന്ത്? ഒന്ന്, നീ എൻ്റെ ജനങ്ങളിൽ എനിക്ക് നീ എന്ത് ചെയ്യണം? ഒരു പ്രതിനിധിയായിരിക്കുക എന്നാണ്. പിന്നെ വഅസ്ലിഹ് വലാ തത്തബി സബീലൽ മുഫ്സിദീൻ. വഅസ്ലിഹ് എന്നാണ്, നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. ഇവിടെ പറയേണ്ടത് വലമ്മ ദഹബ മൂസ ഇല മീഖാത്ത് റബ്ബി കാലി ഹാറൂൻ മൂസിയൻ ലഹു അല ബനി ഇസ്രായേൽ മിൻ ഹിർസിഹി അലി മശബ ഉഖ്ലുഫ്നി ഫി ഖൗമി കുൻ ഖലീഫതി ഫിഹിം, അവരിൽ നീ എൻ്റെ എന്താകണം? ഖലീഫയാകണം. വഅമൽ ഫീഹിം ബിമാ കുൻതു അഅമലു, ഞാൻ എന്തൊക്കെയാണോ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ആ നല്ല കാര്യങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം? ജനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം. വഅസ്ലിഹ്, നീ എന്ത് ചെയ്യണം? നല്ലത് പ്രവർത്തിക്കുക. ഐ ഇത്തബിഅ ത്വരീഖ സ്വലാഹ്, നല്ല വഴി, എല്ലാ കാര്യത്തിലും നല്ല വഴി പിൻപറ്റണം. നല്ല വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഖുർആൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് വലാ തുഫ്സിദു ഫിൽ അർദ് എന്നൊക്കെ ഉള്ളത്. അതായത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. നമ്മൾ എവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പിൻപറ്റുന്നുവോ അവിടെ നന്മയുണ്ടാകും. അത് നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും ഒക്കെ നന്മ അതുകൊണ്ട് മാത്രമേ വരുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അതിന് കുഴപ്പങ്ങളുണ്ടാവും, അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മൾ തെറ്റിക്കുന്നതിന്. വലാ തത്തബി സബീലൽ മുഫ്സിദീൻ. മുഫ്സിദീൻ എന്ന് പറഞ്ഞാൽ യഅമലൂന ബിൽ മആസീദാണ്. കുഴപ്പമുണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെന്ത് ചെയ്യുക, തല്ലും പിടി നടത്തുക, നാടാകാൻ എന്ത് ചെയ്യുക, കുട്ടിച്ചോറാക്കുക എന്നുള്ളതൊന്നും അല്ല. അത് മാത്രമല്ല, കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതായത് അള്ളാഹുവിൻ്റെ ശരീഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ എന്താണ് നാടൊട്ടുക്കും കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാത്തവരൊക്കെ കുഴപ്പമുണ്ടായിക്കൊണ്ട്. നോക്ക്, നിങ്ങൾ പറയണത് വലാ തത്തബി സബീലൽ മുഫ്സിദീൻ എന്ന് പറഞ്ഞാൽ വഹുമുല്ലദീന യഅമലൂന ബിൽ മആസി, തെറ്റ് പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, ജീവിക്കാതിരിക്കുന്നവരാണ് കുഴപ്പക്കാരൻ. ഇപ്പോൾ ഒരു കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടിൽ കൊല്ലും കൊലയും വ്യഭിചാരവും നടത്തുന്ന ആളെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ്? കുഴപ്പക്കാരനാണ് എന്നുള്ളതാണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്. കാരണം അയാളുടെ കുഴപ്പം അയാളിൽ മാത്രം പരിമിതമല്ല, എല്ലാവരിലേക്കും എന്ത് ചെയ്യും? അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും എത്തും. മനസ്സിലേ? സ്വന്തം വാപ്പനെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് എന്താ ഇയാളെ കൊണ്ട് കാട്ടുക, എടങ്ങാറായി പോയി എന്നാണ്. എന്താ കാട്ടുന്നത്? എന്തെങ്കിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒന്നും ഇസ്ലാമികമായ അച്ചടക്കങ്ങളെ എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പാലിച്ചില്ലെങ്കിൽ വേറെല്ലോലും ഇടങ്ങാറാവും. നമുക്കെല്ലാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളതിനനുസരിച്ച് നിൽക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെയുള്ള ആളുകൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാകും. അത് പല ആളുകളും എന്ത് ചെയ്യില്ല, ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. വലാ തത്തബി സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗത്തെ നീ എന്ത് ചെയ്യരുത്, പിൻപറ്റുകയും ചെയ്യരുതേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പോകുന്ന സമയത്ത് തൻ്റെ പിൻഗാമിയായി ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ നിശ്ചയിച്ചു കൊണ്ടുവരുന്ന വസിയത്ത്. ഒന്ന്, ഞാൻ പോയാൽ
എൻ്റെ അസാന്നിധ്യത്തെ നീ എന്ത് ചെയ്യണം, പരിഹരിക്കണം. രണ്ടാമത്തത്, നല്ല കാര്യങ്ങൾ ആളുകൾ ചെയ്യുമ്പോൾ ആ നല്ലതിന് എന്ത് ചെയ്യണം, നേതൃത്വം കൊടുത്ത് അവരെ കൂടെ നിൽക്കണം. തെറ്റായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളോട് സഹകരിക്കുകയോ അവരെ പിന്തുണക്കുകയോ അവരുടെ കൂടെ നിൽക്കുകയോ ചെയ്യരുത് എന്നുള്ള ഈ വസിയത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ള, ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ള ആകെയുള്ള കാര്യമാണ് എന്ത് ചെയ്യുക, നല്ലതിന് വേണ്ടി സഹകരിച്ചു കൊടുക്കുക. പിന്നെ തെറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ 40 ദിവസം നോമ്പും ആരാധനകളൊക്കെ ആയിട്ട് സീനാ മലയിൽ കഴിച്ചു കൂട്ടാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പറഞ്ഞേക്കണം. എന്നിട്ടോ വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുറു ഇലൈക്. അങ്ങനെ വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ അല്ലദീ വഖത്നാഹു ലഹു ലിഇൻസാലിൽ കിതാബ്. മീഖാത്ത് പറഞ്ഞാൽ അവിടെ എന്തുള്ളൂ വെച്ചാൽ വേദഗ്രന്ഥം നൽകാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സമയം എത്ര ദിവസം കഴിഞ്ഞാലാണ് കൊടുക്കുക, 40 ദിവസം കഴിഞ്ഞാലാണ് വേദഗ്രന്ഥം നൽകുക എന്നുള്ളതാണ് പറഞ്ഞത്. വലമ്മ ജാഅ മൂസാ ലിമീഖാതിനാ. അങ്ങനെ നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ വരികയും ആ സമയം പൂർത്തിയാക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം വന്നു. വകല്ലമഹു റബ്ബുഹു, അങ്ങനെ അദ്ദേഹത്തോട് റബ്ബ് എന്ത് ചെയ്തു, സംസാരിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചു. അതാണ് കലീമുല്ലാഹി മൂസ എന്ന് പറയുന്നത്. മൂസാ നബിനോട് നേരിട്ട് അള്ളാഹു എന്ത് ചെയ്തു, സംസാരിച്ചു, വർത്തമാനം പറഞ്ഞു. ഐ കല്ലമഹു മിൻ വഹീഹി വ അംരിഹി വ നഹീഹി തശവ്വക ഇലാ റുയത്തില്ല. അങ്ങനെ അള്ളാഹു ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളും വഹീകളും ആ കൽപ്പനകളും വിരോധങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, തശവ്വക ഇലാ റുയത്തില്ല, അള്ളാഹുവിനെ കാണണം എന്നൊരു മോഹം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് കേട്ടോ. അള്ളാഹുവിനെ അള്ളാഹുവിനുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് അള്ളാഹിനെ കാണണം തോന്നിയത്. അപ്പം അദ്ദേഹം പറഞ്ഞു, കാല റബ്ബി അരിനീ അൻദുർ ഇലൈക്, എൻ്റെ റബ്ബേ എനിക്കു നിന്നെ കാട്ടിത്തരേണമേ, അരിനീ എനിക്ക് കാണിച്ചു തരേണമേ, ഉൻദുർ ഇലൈക്ക ഞാൻ നിന്നിലേക്കൊന്ന് നോക്കി കാണട്ടെ, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കി, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് കേട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, സാധാരണ ഈ നാട്ടിലൊക്കെ ഉള്ള വിശ്വാസം അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ശക്തി, എല്ലാറ്റിനുമുള്ള ഒരു പവർ എന്നൊക്കെ പറഞ്ഞാൽ പറയാം. അങ്ങനെയൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ദാത്തും സിഫാത്തുകളൊക്കെ വേറിട്ടുള്ള ഒന്നാണെന്ത് അള്ളാഹു എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? സത്തയും വിശേഷണങ്ങളും ഗുണങ്ങളും നാമങ്ങളും ഒക്കെ ഉള്ളതാണ്. അതന്നെ. അപ്പം അങ്ങനെ തന്നെ അള്ളാഹുവിനെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ അള്ളാഹിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നിടത്ത് തെറ്റിപ്പോയാൽ പിന്നെ നമ്മളെ ഈമാനിലൊന്നും കാര്യമില്ല കേട്ടോ. അപ്പം അരിനി അന്തുറയിലേക്ക് കാലലൻ തറാനി, നീ എന്നെ കാണുകയില്ല തന്നെ എന്നാണ്. നിനക്കെന്നെ കാണാൻ പറ്റൂല എന്ന് അള്ളാഹു എന്ത് ചെയ്തു, മൂസ ലൻ തഖ്ദിറൽ ആന അലാ റുയതി, എന്നെ കാണുക നിനക്ക് സാധ്യമേ അല്ല. ഫഇന്നല്ലാഹ തബാറക വതആല അൻശഅൽ ഖൽഖ ഫി ഹാദിഹി ദാർ അലാ നശ്അത്തിൻ ലാ യഖ്ദിറൂന ബിഹാ, ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രകൃതി അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള കഴിവ്, ശേഷി അവൻ്റെ കണ്ണുകൾക്ക് ഇല്ല തന്നെ കേട്ടോ. പിന്നെ അതിൽ ആ കാഴ്ചയിൽ ഇങ്ങനെ നിൽക്കാനുള്ളൊരവസ്ഥ ഇല്ല. വലൈസ ഫീ ഹാദാ ദലീലുൻ അലാ അന്നഹും ലാ യറൗനഹു ഫിൽ ജന്ന, ഇതിൽ നിന്നൊരാളും കണ്ടെത്തേണ്ടതില്ല നാളെ സ്വർഗത്തൊന്നും അള്ളാഹുവിനെ കാണൂല എന്ന് എന്ത് ചെയ്യേണ്ടതില്ല, പറയേണ്ട കാര്യമില്ല. കാരണം ഫഇന്നഹു ദല്ലത്തിൻ നുസൂസുൽ ഖുർആനിയ്യ വൽ അഹാദീസുൻ നബവിയ്യ അലാ അന്ന അഹ്ലൽ ജന്ന യറൗന റബ്ബഹും തബാറക വതആല. എന്താണ്? നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണും സ്വർഗക്കാർ എന്ന് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വയതമത്തഊന ബിന്നദ്രി ഇലാ വജ്ഹിൽ കരീം, അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യും, പിന്നെ സന്തോഷം കൊള്ളും എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് എന്ത് ചെയ്യും, അന്നഹു യുൻഷിഉഹും നശ്അത്തൻ കാമില, പൂർണ്ണമായൊരു സൃഷ്ടിപ്പ് നടത്തും. യഖ്ദിറൂന മഅഹ അലാ റുയത്തില്ലാഹി തആല, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന
ഒരു സൃഷ്ടിപ്പായിരിക്കും നാളെ അള്ളാഹു മനുഷ്യനെ പരലോകത്ത് സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാവുക. അവിടുത്തെ അവസ്ഥ അനുസരിച്ച് കാണാൻ പറ്റും, ഇവിടുന്ന് പറ്റൂല. വലിഹാദ റത്തബ് അല്ലാഹു റുഇയ ഫി ഹാദിഹിൽ ആയ അല സുബൂത്തിൽ ജബൽ ഫഖാല. അപ്പോൾ തന്നെ ആ പർവ്വതം അവിടെ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റും. വലാകിൻ ഉൻദുർ ജബൽ, അള്ള പറഞ്ഞ മറുപടിയാണ്. എന്താണ്? അതുകൊണ്ട് നീ ആ മലയിലേക്ക് നോക്കുക. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി. അത് ആ പർവ്വതം അവിടെ അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നുവെങ്കിൽ വഴിയെ നീ എന്നെ കണ്ടുകൊള്ളുന്നതാണ്. ആ പർവ്വതത്തേക്ക് നോക്കിക്കോ. ആ പർവ്വതം അവിടെ ഇങ്ങനെ ഒരു കേടും കൂടാതെ നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? നിനക്ക് എന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? എന്നെ കാണാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇതാ തജല്ലല്ലാഹു ലഹു, അള്ളാഹ് ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ പർവ്വതം അങ്ങനെ തന്നെ അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഫസൗഫ തറാനി, നിനക്ക് എന്നെ കാണാമെന്നാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റബ്ബ് ആ മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജഅലഹു ദക്ക, അവൻ ആ മലയെ പൊടിയാക്കി കളഞ്ഞു. കല്ല ഇതാ ദുഃഖത്തിൽ അർലു, ആ ദക്കൻ ദക്ക എന്ന് പറഞ്ഞില്ലേ, അതാണ് ഐ ഇൻഹാല മിസ്ല റംൽ എന്നാണ്. മണലുകളെ പോലെ ആ പർവ്വതം എങ്ങനെയാണ് പൊട്ടിയായിട്ടാണ് പോയിന കേട്ടോ. ഇൻസി ആജമിൻ റുയത്തില്ല വ ആദമി തുബൂത്തി അലഹ. എന്താണ്? അവിടെ ആ പർവ്വതം അവിടെ എന്ത് ചെയ്യില്ല, ഉറച്ചു നിന്നില്ല എന്നാണ്. അങ്ങനെ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വഹറ മൂസ സൊയ്ക്കൻ, മൂസാ നബി അലൈഹി സ്വലാം ഹീന റഅമാ റഅ. അപ്പം എന്തേ മൂസാ നബി കണ്ടത്? ആ കണ്ട കാഴ്ചക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ബോധം കെട്ട് വീണു എന്നർത്ഥം. ഫതബയ്യന ലഹു ഹീന ഹിദിൻ അന്നഹു ഇദാലം യസ്ബുത്തുൽ ജബൽ ലിറുയത്തില്ല. അപ്പോൾ മൂസ ഔല അൽ ആം. അപ്പം എന്താണ്? ആ പർവ്വതം അവിടെ ഉറച്ചു നിന്നിട്ടില്ല, അപ്പം അദ്ദേഹത്തിന് കാണാനും സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മനസ്സിലായി. ഫലമ്മ അഫാക്ക, അങ്ങനെ അദ്ദേഹത്തിന് ബോധം വന്നു. ബോധം കെട്ട് വീണ് പിന്നെ ഇത് ബോധം തെളിഞ്ഞു. അപ്പം അദ്ദേഹം പറയാണ് എന്ത്? കാല സുബ്ഹാനക്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയോ എന്ന നിലക്ക് എന്ത് ചെയ്തു? അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും അങ്ങനെ ഞാൻ സത്യവിശ്വാസികൾ ഒന്നാമത്തവനാകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും അപാകത ഉണ്ടായോ എന്നുള്ള നിലക്കാണ്. പക്ഷേ അള്ളാഹു അതൊരു ആവശ്യമായി പരിഗണിക്കുകയും ഇവിടെ കാണാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? കാണാൻ മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സാധ്യമല്ലാത്തത് കൊണ്ടാണ് കാണാത്തത് എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ചില വചനങ്ങളിൽ കാണാൻ പറ്റും അള്ളാഹുവിനെ ആവരണം ചെയ്തിട്ടുള്ളതൊരു പ്രകാശമാണെന്നാണ്. ആ പ്രകാശം അവൻ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ പ്രകാശത്തിൻ്റെ മറ അത് അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഒഴിവായി കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇവിടെ മുഴുവനും പിന്നെന്താണ്? കരിഞ്ഞു പോവാൻ എന്താണ്? ഇവിടെ എന്ത് ചെയ്യും? സൃഷ്ടികൾ മുഴുവനും കരിച്ചു കളയാൻ മാത്രമുള്ള വെളിച്ചമുണ്ട്, അത് എന്നാണ്, പ്രകാശമുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ എന്തല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് അതിനെപ്പറ്റി പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും മൂസാ നബി ഇസ്ലാം കണ്ടിട്ടില്ല, ഇത് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അള്ളാഹുവിന് നാളെ പരലോകത്ത് വെച്ച് കാണുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം. അമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ കാര്യങ്ങളും സൽപ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? നാളെ കാണാനുള്ളൊരവസരം സ്വർഗത്ത് നിന്ന് കിട്ടും. വലദൈന മസീദ്, നമ്മുടെ വക കുറച്ച് അധികരിച്ചതുണ്ട് എന്ന് സ്വർഗത്തിൽ പറയുന്നതാണ്. കുറച്ചും കൂടി ഉണ്ട്, എക്സ്ട്രാ കിട്ടും, നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടും, അതിൻ്റെ അപ്പുറം കിട്ടുമെന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രത്യക്ഷപ്പെടലും അള്ളാഹുവിൻ്റെ കാഴ്ചയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? സൂറത്തു അൽ ഖിയാമയിൽ പറയുന്നുണ്ട് ഉജൂഹുൻ യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ എന്ന് പറയുന്നുണ്ട്. ഹദീസുകളിലും എന്ത് ചെയ്ത് കൃത്യമായിട്ട് ഈ കാര്യം വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹു പ്രത്യക്ഷപ്പെടുന്നതും കാണുന്നതിനെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാലയാ മൂസ ഇന്നിസ്തഫൈതുക അലന്നാസി ബിരിസാലാത്തി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ്ശാകിരീൻ. 144 വായിക്കുക. കാലയാ മൂസ, അങ്ങനെ റബ്ബ് പറഞ്ഞു, ഓ മൂസ, എന്താണ്? ഇന്നി ഇസ്തഫൈതുക, ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? തിരഞ്ഞെടുത്തിരിക്കുന്നു. അലന്നാസി ബിരിസാലാത്തി വബികലാമി, എന്താണ്? നിശ്ചയമായും എൻ്റെ ദൗത്യങ്ങൾ കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും നിന്നെ ഞാൻ മറ്റു മനുഷ്യരെക്കാൾ പ്രത്യേകമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകൾ
നിനക്ക് ഞാൻ എന്തായിരിക്കുന്നു തന്നിരിക്കുന്നു, നിന്നെ പ്രത്യേകമായി ഞാൻ എന്തായിരുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു അല്ല പറയണ. ഈ ഇഖ്തർതുക ഫളൽതുക വഖസ്സസ്തുക ബിഫളാഇൽ അദീമ വമനാഖിബിൻ ജലീല ബിരിസാലാത്തി. അതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത്. എൻ്റെ ദൗത്യങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത നിനക്ക് തന്നിട്ട്. വബി കലാമി, എന്താണ്, നിന്നോടുള്ള സംസാരം കൊണ്ടും. ഇലൈക മിൻ ഗൈരി വാസിത്ത, ഒരു മധ്യവർത്തിയും കൂടാതെ നേർക്കുനേരെ നിന്നോട് സംസാരിക്കുന്നതിലൂടെയും. വഹാദിഹി ഫളീലത്തുൻ ഇഖ്തസ്സ ബിഹ മൂസ അൽ കലീം, മൂസാ നബി അലൈഹി സ്വലാമക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകതയാണിത്. നേരിട്ട് അള്ളാഹുവിനോട് അള്ളാഹു സംസാരിച്ചു എന്നുള്ളത് മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് പോലും മൂസാ നബിക്കുള്ള വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അതുകൊണ്ട് ഫഖുദ് മാ ആതൈതുക, ഞാൻ നിനക്ക് തന്നതിനെ നീ എന്ത് ചെയ്യുക, എടുത്തുകൊള്ളുക, സ്വീകരിച്ചു കൊള്ളുക എന്നാണ്. ഞാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ, ഖുദ് മാ ആതൈതുക മിനൽ അംരി വന്നഹി ബിൻശിറാഹി സ്വദർ, ഞാൻ തന്ന കൽപ്പനകളെ സ്വീകരിക്കുക, വിരോധങ്ങളെ വർജിക്കുക, അങ്ങനെ നീ ആയിത്തീരണം. വക്കും മിനശ് ശാക്കിരീൻ, നീ നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക എന്നാണ്. അള്ളാഹു നിനക്ക് തന്ന അതൊരു പ്രത്യേകത ഏതൊരു വ്യക്തിക്കും. ഇപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ചാലും എന്തുണ്ട്, അള്ളാഹു മറ്റുള്ളവർക്ക് നൽകാത്ത, ഒരു വാപ്പൻ്റെ മക്കളിൽ തന്നെ എല്ലാവർക്കും അള്ളാഹു ഒരുപോലെയല്ല കൊടുത്തത്. എത്ര വ്യത്യസ്തങ്ങൾ അനുഗ്രഹങ്ങളിൽ അള്ളാഹു തരുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നന്ദി ചെയ്യാൻ ഓരോരുത്തരും എന്താണ് ബാധ്യസ്ഥരാണെന്നാണ്. അപ്പോൾ മറ്റു പ്രവാചകന്മാരിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു പ്രത്യേകമായി കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണെന്ത്, നേരിട്ട് അള്ളാഹു സംസാരിച്ചു എന്നുള്ളത്. വക്കും മിനശ് ശാക്കിരീൻ, എന്താണ്, നീ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുക. അപ്പോൾ അത് എന്താണോ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, അള്ളാഹുവോട് നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥ. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറയണ്ടല്ലോ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ദീപിൽ പ്രത്യേകം പറയേണ്ടത് ആ കാര്യം. അപ്പോൾ ഈ കലാമി എന്ന് പറഞ്ഞിട്ട് ഇലൈക മിൻ ഗൈരി വാസിത്ത വാദിഹി ഫളീലത്തുൻ ഇഖ്തസ്സ ബിഹാ മൂസ അലൈഹിസ്സലാം, ഈ വിശേഷണം മൂസാ നബിക്ക് മാത്രമുള്ളതാണ്. ഉരിഫ ബിഹാ മിൻ ബൈനി ഇഖ്വാനിഹി മിനൽ മുർസലീൻ, ബാക്കിയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും കൂട്ടത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണെന്ത് അത്. പിന്നെ ഈ ആയത്തിൽ തന്നെ അതാ വേണത്, നിന്നെ എന്ത് ചെയ്തു, വബി കലാമി, എൻ്റെ സംസാരം കൊണ്ട് ഞാൻ പ്രത്യേകമാക്കിയതാണ്. അതുകൊണ്ട് ഫഖുദ് മാ ആതൈതുക, നിനക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ നീ സ്വീകരിക്കുക. വക്കും മിനശ് ശാക്കിരീൻ, നീ എന്താണ്, ഏറ്റവും നന്ദി ചെയ്യുന്നവരിൽ നീ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തു, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ കാണുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وواعدنا موسى 30 ليلة وأتممناها ب10. فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون خلفني في قومي وأصلح ولا تتبع سبيل المفسدين. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا
وخر موسى صعقا فلما أفاق قال سبحانك تبت إليك قال سبحانك تبت إليك وأنا أول المؤمنين.